ഹലോ ഡിയേഴ്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ചൊവ്വാഴ്ച മുതലുള്ള വീഡിയോ ആണ്. അപ്പോൾ വൈകിട്ട് നേരത്തെ പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് നേരത്തെ കുളിയെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടോ. എന്നിട്ട് ഇത് ബുധനാഴ്ച രാവിലെ ടോമിനെ പുറത്തേക്ക് ഇറക്കിയിട്ട് അവൻ്റെ കൂടൊക്കെ ഒന്ന് കഴുകി കൊടുത്തതാണ് കേട്ടോ. ചൂട് അല്ലെങ്കിലും ഞാൻ അവൻ്റെ കൂടൊന്നും കഴുകി കൊടുക്കാറുണ്ട്. എന്നും രാവിലെ അവനെ പുറത്തിറക്കിയിട്ട് അവൻ പുറത്ത് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ അവൻ്റെ കൂടൊക്കെ ഒന്ന് കഴുകി. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും കാന്താരി മഞ്ഞൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പുറയിരുന്നത് ഞാൻ സൈഡിൽ കൊണ്ടുവച്ചിട്ടോ. ഇവിടെ നല്ല വെയിൽ കിട്ടുമേ. അങ്ങനെ ചെടി നിലപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വീടിനടുത്തുള്ള ഒരു മിക്കിയാണ് കേട്ടോ അവളുടെ പേര്. അവൾക്ക് കുഞ്ഞുണ്ടായി. അപ്പം 3 ഉണ്ടായി കേട്ടോ. അത് 2 ചത്തുപോയേ. അപ്പം ഒരെണ്ണേ ഉള്ളൂ. ഇപ്പം 2 ചത്തുപോയതുകൊണ്ട് കൂടിയാവണം അവൾ കുഞ്ഞിനെ തൊടാനോ അവളെ അടുത്തോട്ട് ചെല്ലാനോ നമ്മളിങ്ങനെ സമ്മതിക്കില്ല കേട്ടോ. അവിടെ ഇങ്ങനെ മുരട്ടി ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ചേച്ചിനാണെങ്കിൽ പോലും അവളങ്ങനെ പിടിക്കാൻ സമ്മതിക്കാനില്ല കുഞ്ഞിനെ. അപ്പോൾ ചേച്ചി ഇതുപോലെ തലയിൽ ഇങ്ങനെ തടവിയിട്ടാണ് ചേച്ചീനെ പിടിക്കാൻ സമ്മതിക്കുന്നത് കേട്ടോ. അപ്പോൾ അഭിമോന് ചെന്ന പാടെ അതിനടുത്ത് ഇരിപ്പായി. അവളങ്ങനെ അതിൻ്റെ തലയിലൊക്കെ തടവി കൊടുത്ത് അതിനെ സോപ്പൊക്കെ ഇട്ട് കുഞ്ഞിനെയൊക്കെ പിടിച്ച് കേട്ടോ. അപ്പം കുഞ്ഞാണത് 2 ദിവസമേ ആയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കണ്ണുപോലും തുറന്നിട്ടില്ലേ. എൻ്റെ അഭിമോക്കാണേലും അപ്പൂസിനാണേലും എന്നെപ്പോലെ തന്നെ പട്ടീനെയും പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ, അവരെ തൊട്ടുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മിക്കീനെയും കുഞ്ഞിനെ കണ്ടിറങ്ങിയപ്പോഴേക്കും മിക്കി ഞങ്ങളുടെ പുറകെ ഇറങ്ങി വന്നു കേട്ടോ. ഞങ്ങളെ ഇന്നും കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ചെന്ന് അവളെ തടവിയൊക്കെ കൊടുത്തപ്പോഴേക്കും അവൾ ഒന്നുകൂടെ ഇണങ്ങി കേട്ടോ. അത് കാരണം മേത്തൊക്കെ കയറി നല്ലതായിട്ട് ഇണങ്ങി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അവളവിടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അഭിമോക്ക് പിറ്റേ ദിവസത്തേക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഡ്ഡലിക്ക് ഒരു 2 കപ്പ് പച്ചരിയും ഒരു 1.25 കപ്പ് ഉഴുന്നും ഇട്ട് പിന്നെ ഒരു പൊടിക്ക് ഉലുവ ഇട്ട് കേട്ടോ. അപ്പം ഈ ഉലുവ ഇടുമ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഗോൾഡൻ കളറിൽ കിട്ടും കേട്ടോ. പിന്നെ മസാല ദോശ ഉണ്ടാക്കാനും നല്ലതാണ് ഉലുവ ഇടുകയെന്നുണ്ടെങ്കിൽ. അതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ഗോൾഡൻ കളറിൽ കിട്ടുവേ. പിന്നെ അഭിമോക്ക് ബ്രെഡ് ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ ഞാനും ഒരെണ്ണടുത്ത് കഴിച്ചാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോസ് സ്കൂളിൽ കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഞങ്ങളത് പള്ളിയിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ 3 ദിവസത്തെ ധ്യാനമായിരുന്നേ. തിങ്കൾ ചൊവ്വ ബുധൻ. അപ്പോൾ അത് ബുധനാഴ്ച അങ്ങനെ വൈകിട്ട് ധ്യാനമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് വ്യാഴാഴ്ച രാവിലത്തെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കടലക്കറി ആയിരുന്നു. പിന്നെ പുട്ടും ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇത് അപ്പൂസിന് ചോറിന് കൊടുത്തു വരാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയിൽ ഞാൻ ചുമ്മാ ഉപ്പും മുളക് പൊടിയും ഇച്ചിരി കുരുമുളകും ഇട്ട് ഉണ്ടാക്കിയതാണ്. എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പച്ചമുളകൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ പച്ചമുളക് പിന്നെ പറക്കി മാറ്റാൻ നിൽക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു എളുപ്പത്തിന് ചെയ്യുന്നതാണ്. പിന്നെ അവർ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ടോമിനെ അടിച്ചിറക്കി വിട്ടു. പിന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ച് കേട്ടോ. പിന്നെ റോസേറെ മൂട്ടിലാണെങ്കിൽ മണ്ണൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കി വിട്ട് കൊടുത്തേ. പിന്നെ നമ്മുടെ ഈ ചെടി ഞാൻ ലൈവിൽ രാവിലെ കാണിച്ചായിരുന്നു. അതിൽ കുറേ മൂട് വന്ന് പോട്ടിട്ടോ. പിന്നെ എൻ്റെ മൂട്ടിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ചെടിച്ചട്ടി പൊട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ തട്ടിയും കൊട്ടിയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ മണ്ണ് മൊത്തത്തിൽ ഇളക്കി എടുത്ത് കേട്ടോ. ഇനി അതിനെ നമുക്ക് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നട്ടു വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തും കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.